പവർ ഓഫ് എ സിംഗിൾ വിൻഡോ. എന്താ ഈ ഏകജാലക ഓ, എന്നൊക്കെ പറയുന്ന പോലൊരു അവസ്ഥ റിയൽ എസ്റ്റേറ്റിൽ ഇത് പോസിബിൾ ആണ്? ശരിക്കും പോസിബിൾ ആണ്. ഞങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഈ സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസൾട്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഡിൽ മെൻ ആയിരിക്കാം, ഒരു ബ്രോക്കർ ആയിരിക്കാം. ഇവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഒരു ഡീലില്? അല്ലെങ്കിൽ ഒരു വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ? ഏറ്റവും ഇവരുടെ ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൽസി ഒരു ഈഗോ ലേസണിങ് സ്റ്റേജ് ആണ്. ഒരു സെല്ലറും ഒരു ബയറും മോർ ദാൻ 90% ഒരിക്കലും ഒരേ ഈഗോ സ്റ്റേജിൽ വരില്ല. Sometimes the seller will be having more adult ego than the buyer, and the buyer will always have the buyer's ego because they say it's a buyer's market. ഇത് ബയേഴ്സ്, ഞാൻ കഴിഞ്ഞ കഥയിലൊക്കെ പറഞ്ഞ പോലെ ബയേഴ്സ് മാർക്കറ്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾ പുള്ളിയുടെ അത് പറയണമെന്ന് പറയാത്ത ഒരു ബയറെ പോലും നമുക്ക് കാണാൻ കിട്ടത്തില്ല. അപ്പം ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ നെഗോസിയേഷൻ പ്ലാറ്റ്ഫോം ഓർ വാട്ട് എവർ, ബട്ട് സ്റ്റിൽ ഈ ഒരു ഈഗോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് സ്റ്റേജ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയർ. അപ്പൊ ഇവിടെ ഒരു മിഡിൽ മാൻ, ഒരു ലേസണിങ് ഏജന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെ ഈഗോയും എടുത്ത് മാറ്റിയിട്ട് എന്താണ് അവരുടെ കറക്റ്റ് പെർസെപ്ഷൻ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു റോള് ശരിക്കും മിഡിൽ മാൻ ഈസ് ആക്ടിങ്. പിന്നെ ഒരു ഡ്യൂ ഡിലിജൻസ് അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വക്കസി ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓടിയടന്ന് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടന്റ്, കാരണം അവന് കാശ് കിട്ടുന്നത് ഈ ഒരു വഴിക്കൂടാണ്. അവന്റെ ബ്രെഡ് ഏർണിംഗ് മെത്തേഡ് ഡെഫിനറ്റ്ലി ഒരു സെയിൽ നടന്ന, ഒരു ഡീല് നടന്ന, അതിന്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് ബോത്ത് ദ ബയർ ആൻഡ് ലൈക്ക് ഈവൻ ദ സെല്ലർ ആൻഡ് ബയർ വിൽ പ്രൊവൈഡ് ദ ടേംസ് ഓൺലി വെൽ ദ ഡീൽ ഈസ് കംപ്ലീറ്റ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അത് എത്രയും പെട്ടെന്ന് ആക്കുക എന്നുള്ളത് സത്യം പറയാൻ ഈ ബയറെക്കാട്ടിലും സെല്ലറെക്കാട്ടിലും അത്യാവശ്യം ഈ പറയുന്ന കൺസൾട്ടന്റിന്റെയോ അല്ലെങ്കിൽ മിഡിൽ മാനിന്റെയോ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ബ്രോക്കറോ ഏജന്റോ ഓടി നടന്നിട്ട് ഏതൊരു ഡോക്യുമെന്റേഷൻ പാർട്ട് പോലും they will be doing it with high diligence. ഇനി ഒരു ലീഗൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഇനി ബിൽഡിംഗ് ഗ്യാപ്പ് ഓഫ് എക്സ്പെക്ടേഷൻസ്. മറ്റൊരു കാര്യം, ഈ ബിൽഡിംഗ് ഗ്യാപ്പ് ഓഫ് എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബയർക്ക് he might be having many ideas, his family might be having many requirements and needs. അപ്പോൾ ഫൈനലി ഇവരുടെ പർപ്പസിനെ വെച്ച് മീറ്റ് ചെയ്യണോ, ഇവരുടെ നേരത്തെ പറഞ്ഞുള്ള ഗട്ട് ഫീലിങ്സ് മീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കണോ, റെസിഡൻസുകൾ ചൂസ് ചെയ്ത് കൊടുക്കണോ, ഇതിനെല്ലാം മേ ബി ഇഫ് ദ ബയർ ഹിംസെൽഫ് ദേ ആർ ട്രൈങ്, ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ സാർ ഏത് വേണം, ഇത് കണ്ടാ കൊള്ളാമോ, പണ്ട് എന്താ പറയണ്ടേ, നമ്മൾ ഒരു ആൽബം കാണിച്ചിട്ട് സാർ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം നടന്നേക്കാമെന്ന് പറയുന്ന പോലുള്ള ഒരവസ്ഥയാണ്. ഒരു ലിസ്റ്റിങ്ങില് ദ മിഡിൽ മാൻ, ദ ബ്രോക്കർ ഓർ ദ ഏജന്റ് will be having a lot of listings with him, with all the properties, with all the amenities, whatever, എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആയിരിക്കും ആളുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ഇൻഫ്ര അവൈലബിൾ ആയിട്ടുള്ളതിലിരിക്കുമ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു പ്രോജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു റെസിഡൻസിനെ കുറിച്ചോ അവൈലബിൾ ആയിട്ടിരിക്കുമ്പം ദ ബയർ ഷുഡിൻ ഗോ ആൻഡ് സെർച്ച് ഹിയർ ആൻഡ് ദർ വെദർ ദിസ് പ്രോപ്പർട്ടി ഈസ് ഹാവിങ് എനി ഇഷ്യൂസ് ബിഹൈൻഡ്, എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ, എന്തെങ്കിലും ഹോണ്ടഡ് സ്റ്റോറീസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം he can just know it through the broker or the agent. The same thing, സെല്ലർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹിസ് പ്രൈസ് എക്സ്പെക്ടേഷൻസ് can be easily communicated through the broker or the agent. ഒരു മിഡിൽ മാൻ ത്രൂ ഈസിലി അവരുടെ എക്സ്പെക്ടേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മോസ്റ്റ്ലി ദാറ്റ്സ് ക്വൈറ്റ് ഈസി. ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൻഡ് ഞാൻ പറയും നിങ്ങളുടെ ഒരു ടൈം സേവിങ് ഫാക്ടർ ഇൻ എവറി ഡീൽ ഇറ്റ് ഷുഡ് ബി എ മിഡിൽ മാൻ ആൻഡ് ഹി ഈസ് എ സിംഗിൾ വിൻഡോ ഔട്ട് ദെയർ. So give and expect more importance you should give for the middleman so that you are making your work easier. നിങ്ങളുടെ ടൈം സേവിങ് ആണ് ശരിക്കും ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു മിഡിൽമാൻ അല്ലെങ്കിൽ ഒരു ഏജന്റിലൂടെ സാധിക്കുന്നത്. ഹിസ് ആക്ച്വലി ഹെൽപ്പിംഗ് യു. ആൻഡ് ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എപ്പോഴും ബയർക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു സെല്ലർക്ക് വരുന്ന ഡിഫിക്കൽറ്റിയാണ്, ഇവൻ ഇത് മറിച്ചിട്ട് മറ്റുള്ളത് കാണിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ മാർജിൻ മണീസോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കൂട്ടിയിട്ടാണ് ആയിരിക്കും ഞങ്ങളിലൊക്കെ പറയുന്നത്. ആൻഡ് നൗ യു ഗോട്ട് മെനി ഗവൺമെന്റ് ബോഡീസ് ലൈക്ക് റെറ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി പോലുള്ള ബോഡീസ് ഒക്കെ വന്നതിന് ശേഷം ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഹൈലി
സപ്പോർട്ടഡ് ഐ ഷുഡ് സേ. കാരണം അവർ ഒരുപാട് ഒരു സേഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരു ഫേക്കായിട്ട് ഒരു പ്രൈസിങ് പോലും നമുക്ക് പറയാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. ഇഫ് ദ സെല്ലർ ഈസ് ആസ്കിംഗ് ഫോർ സോ ആൻഡ് സോ, ദ ബയർ ഹാസ് ഗോട്ട് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇഫ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് റെറ ലൈസൻസ്, ഒരു ഡീല് നടക്കുമ്പോൾ ഒരു റെറ ലൈസൻസ് അല്ലാത്ത ഒരാൾക്കെതിരെ തിരിയാൻ പോലുള്ള പല ഓപ്പർച്യൂണിറ്റീസ് നവഡേയ്സ് ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ്. സോ ഇൻ ഓൾ ദ മീൻസ് ഒരു ഫേക്ക്, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ പറയാനുള്ള ഒരു ഫ്രോഡോ ഫേക്കോ ഒന്നും ഒരു മിഡിൽമാൻ്റെ യാതൊരു കാരണവശാലും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ചെയ്യില്ല, ചെയ്തിരുന്നു എന്നും അല്ല പറയുന്നത്, ബട്ട് ഐ എം മേക്കിംഗ് ഷുവർ ഇറ്റ് വോണ്ട് ഹാപ്പൻ ആൻഡ് ദിസ് പീപ്പിൾ ക്യാൻ ഹെൽപ്പ് യു എ ലോട്ട്. ആൻഡ് ലൈക്ക് വാട്ട് ഐ ഹവ് ടോൾഡ് യു, നിങ്ങൾക്കൊരു സിംഗിൾ വിൻഡോ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നത് ഇവരെയാണ്. സോ ദാറ്റ് യു ആർ ഗോയിങ് ടു സേവ് യുവർ ടൈം. മെനി ഓഫ് യുവർ ഡൗട്ട്സ് വിൽ ബി ക്ലിയർഡ്.